ഏറ്റവും പ്രധാനമായി ന്യൂസ് 8നോട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. തന്റെ നിലപാടിൽ മാറ്റമില്ല. ഒപ്പം സച്ചിദാനന്ദൻ അക്കാഡമിയിൽ ഉള്ളിടത്തോളം കാലം അക്കാഡമിയോട് അയിത്തം പ്രഖ്യാപിക്കുകയാണ് താൻ. അവിടെ നിന്നൊരു അവാർഡ് തരികയാണെങ്കിൽ, പുരസ്കാരം തരികയാണെങ്കിൽ അത് വാങ്ങില്ല സച്ചിദാനന്ദൻ അവിടെ ഉള്ളിടത്തോളം കാലം എന്ന് പറയുന്നു. വ്യക്തിപരമായി തന്നെ സച്ചിദാനന്ദനെ കുറിച്ചുള്ള പല വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഈ കേരള ഗാനവുമായി ബന്ധപ്പെട്ട് ഇനി ആര് മുൻകൈയെടുത്ത് തന്നോട് ചർച്ചയ്ക്ക് വന്നാലും ഈ പാട്ടിനി താൻ കൊടുക്കില്ല, ക്ലീഷേ എന്ന് പറഞ്ഞ് അപമാനിച്ചവരോട് അദ്ദേഹം പറഞ്ഞ മറുപടി മലയാളം എന്ന വാക്കും, അല്ലെങ്കിൽ മലയാളം ക്ലീഷയാണോ, അത് കുറെ കാലമായി പറയുന്നതല്ലേ എന്ന തരത്തിലുള്ള വാക്കുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ എന്തായാലും ഉറച്ച നിലപാടാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെയും അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ആ പുരസ്കാരം സച്ചിദാനന്ദൻ അവിടെ ഉള്ളിടത്തോളം അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പുരസ്കാരം പോലും താൻ വാങ്ങില്ല എന്നുള്ളതാണ്. വളരെ ഗൗരവത്തിലെടുത്തിരിക്കുന്നു അദ്ദേഹം കാര്യങ്ങൾ എന്നുള്ളതാണ്. വളരെയധികം അദ്ദേഹത്തിന് വേദനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കേരള ഗാന വിവാദം, അതിൽ കൃത്യമായി നിലപാട് പറഞ്ഞിരിക്കുകയാണ് ശ്രീകുമാരൻ തമ്പി. അല്പസമയം മുമ്പാണ് ഡാൻ കുര്യനോട് അദ്ദേഹം സംസാരിച്ചത്. താൻ എഴുതിയ ഗാനം ക്ലീഷേ എന്ന് പറയാൻ സച്ചിദാനന്ദൻ ഒരു അവസരം ഒരുക്കുകയായിരുന്നു, അവർ ഒരുക്കിയ കെണിയിൽ താൻ വീണു എന്നും മന്ത്രി നിർബന്ധിച്ചാൽ പോലും ഇനി ഗാനം നൽകില്ല എന്നും, അത് തന്റെ ആരാധകരായ മലയാളികൾക്ക്, ലോക മലയാളികൾക്ക് ആ ഗാനം യൂട്യൂബിലൂടെ താൻ തന്നെ റെക്കോർഡ് ചെയ്ത് ഒരു നല്ല പുതിയ പാട്ടുകാരനെ വെച്ച് പാടിച്ച് അത് യൂട്യൂബിൽ ഇടുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഡാൻ തുടരുന്നുണ്ട്. ഡാൻ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് സച്ചിദാനന്ദൻ അക്കാദമിയിൽ ഉള്ളിടത്തോളം കാലം ഒരു പുരസ്കാരം പോലും താൻ അവിടെ നിന്ന് വാങ്ങില്ല എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. അവസാന ചോദ്യത്തിൽ, ഡാന്റെ അവസാന ചോദ്യത്തിൽ അയിത്തം അവിടെ അങ്ങനെ തന്നെ തുടരും ആ അയിത്തം എന്നാണ് പറഞ്ഞത്. സച്ചിദാനന്ദൻ ഇറങ്ങും വരെ അയിത്തം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. മന്ത്രി പറഞ്ഞാലും ആ ഗാനം ഇനി തരില്ല എന്നും പറയുന്നു. അശ്വതി, ഉറച്ച നിലപാടിലാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നോട് പ്രതികാര നടപടിയാണ്, വ്യക്തിപരമായ പ്രതികാര നടപടിയാണ് സച്ചിദാനന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുനയ നീക്കങ്ങൾക്കും വഴങ്ങുകയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏറെ നാളുകളായി ശ്രീകുമാരൻ തമ്പിയോട് സച്ചിദാനന്ദന് വ്യക്തിപരമായി അദ്ദേഹം നേരത്തെ ഉന്നയിച്ച ഒരു വിമർശനത്തിന്റെ പേരിൽ വ്യക്തിവിരോധം നിലനിന്നിരുന്നു. അവിടെ ഇത് കൃത്യമായ ഒരു കാരണമാക്കി മാറ്റി തന്നെ അപമാനിക്കാനുള്ള ശ്രമമാണ് സച്ചിദാനന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിദാനന്ദന്റെ ഭാരവാഹിത്വത്തിൽ ഉള്ളിടത്തോളം കാലം കേരള സാഹിത്യ അക്കാദമിയുമായി ഒരു തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറല്ല, ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും താൻ സമ്മതിക്കുകയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായി ശ്രീകുമാരൻ തമ്പിക്ക് മാത്രമല്ല ബാലചന്ദ്രൻ ചുള്ളിക്കാടിനും സമാനമായ തരത്തിലുള്ള ദുരനുഭവം നേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനും ഇത്തരത്തിലുള്ള നീരസമുണ്ട്. കൃത്യമായി തന്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. തന്റെ കുടുംബം ഇടതുപക്ഷവുമായി ബന്ധമുള്ള കുടുംബമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട്. സർക്കാരിനെ മറ്റു തരത്തിൽ വിമർശിക്കാൻ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേരള ഗാന വിവാദത്തിൽ അല്ല ഇത് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അവിടെ ശ്രീകുമാരൻ തമ്പി പറയുന്നത് നേരത്തെ ഇത്തരത്തിലൊരു ഹൈന്ദവ സംഘടനയുടെ പുരസ്കാരം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദൻ അതിൽ നീരസമുണ്ടായിരുന്നു തന്നോട്. അതിന്റെ പ്രതികാരമായാണ് ഇപ്പോൾ ഈ ഗാനം എഴുതി കൊടുത്തതും തന്നോടത് നിർബന്ധിച്ച് എഴുതാൻ പറയുകയും ആദ്യം താനില്ല എന്ന് പറഞ്ഞ് ശ്രീകുമാരൻ തമ്പി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും എഴുതണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും എഴുതി കൊടുത്തപ്പോൾ ഇത് അവഗണിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിനു മുമ്പൊരു സംഭവം ഉണ്ട്, അതിന്റെ ഒരു പ്രതികാര നടപടി എന്നോണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെ? തീർച്ചയായിട്ടും അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ആ സംഘടനയുടെ ആ വേദി പങ്കിട്ടതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പരസ്പരം വിമർശിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു അന്തർദേശീയ കവി, സാഹിത്യകാരൻ എന്ന തരത്തിൽ പരോക്ഷമായി സച്ചിദാനന്ദനെ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീകുമാരൻ തമ്പി നടത്തിയ പരാമർശത്തിൽ കൃത്യമായ ഒരു പ്രതികാരം അന്നു മുതൽ തന്നെ സച്ചിദാനന്ദന്റെ മനസ്സിലുണ്ട്. ആ പ്രതികാരം
പ്രതികാരമാണ് പകവീട്ടൽ പോലെ ഇപ്പോൾ ഈ കേരള ഗാനവുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദങ്ങളിൽ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു വെക്കുന്നത്. അവിടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലടക്കം സച്ചിദാനന്ദൻ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയതിന് പിന്നിൽ ഉള്ള കഥകളെക്കുറിച്ച് തനിക്കറിയാം. പക്ഷേ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് താൻ കടക്കുന്നില്ല. അവിടെ കൃത്യമായി ഒരാളുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള രൂക്ഷമായ വിമർശനമാണ് ശ്രീകുമാരൻ തമ്പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ അനുനയത്തിനും ശ്രീകുമാരൻ തമ്പി എന്ന സാഹിത്യകാരൻ മലയാളം കേരളം ഏറെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു കവി, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ വൈകാരികമായ ഒരു പ്രതികരണം. ഒരു തരത്തിലും സാഹിത്യ അക്കാദമിയിൽ സച്ചിദാനന്ദനും അബൂബക്കറും തുടരുന്നിടത്തോളം കാലം അവരുമായി ചേർന്നുകൊണ്ടുള്ള വിട്ടുവീഴ്ചകൾക്കോ അല്ലെങ്കിൽ അവരോട് ചേർന്നുകൊണ്ടുള്ള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങൾക്കും താൻ ഉണ്ടായിരിക്കുകയില്ല എന്ന അസന്നിഗ്ധമായി അടിവരയിട്ട് പറയുകയാണ് ശ്രീകുമാരൻ തമ്പി. ഇനി രാഷ്ട്രീയ കേരളത്തിന്റെ പ്രതികരണം അതിൽ വരേണ്ടതുണ്ട്. സാംസ്കാരിക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അതിലൊരു കാര്യം നമുക്ക് ഇത്ര നേരം സംസാരിച്ചപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യം ഇതാണ്. അയിത്തമുണ്ട് എന്ന് പറയുമ്പോഴും അത് സച്ചിദാനന്ദൻ എന്ന വ്യക്തിയോടാണ് ശരിക്കും അയത്തും. അതായത് കേരള സാഹിത്യ അക്കാദമിയോടല്ല. അയാൾ തലപ്പത്തിരിക്കുമ്പോൾ താൻ അവാർഡുകൾ സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത്. ഒപ്പം ഈ നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലും വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. കവി എന്ന നിലയിലും അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു. അപ്പോൾ സർക്കാരിനോട് തനിക്ക് പ്രശ്നമില്ല, സർക്കാരിന് തന്നോട് പ്രശ്നമില്ല, അതൊരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിചാരിക്കുന്നില്ല. ഈ ഒരൊറ്റ വ്യക്തിയാണ് അദ്ദേഹത്തിന് പ്രശ്നം. മറ്റൊന്ന് സജി ചെറിയാൻ തന്റെ ആരാധകനാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കവിതകൾ സജി ചെറിയാൻ ചൊല്ലാറുണ്ട് എന്ന് വരെ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. അതായത് സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്നില്ല എന്നാണ് അദ്ദേഹവുമായി നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുന്ന ഘട്ടത്തിൽ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഉത്തരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരു തരത്തിലും സർക്കാരുമായോ മുഖ്യമന്ത്രിയുമായോ സാംസ്കാരിക വകുപ്പുമായോ ഒന്നും യാതൊരു തരത്തിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനില്ല. അത്തരത്തിലൊരു നീക്കമില്ല. അങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട് എന്ന് അദ്ദേഹം കരുതുന്നുമില്ല. ഇവിടെ കൃത്യമായി കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സച്ചിദാനന്ദനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ, ആ വിവാദങ്ങളിൽ സച്ചിദാനന്ദൻ തന്നോട് പകപോക്കൽ നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ കേരള സാഹിത്യ അക്കാദമിയോട് തനിക്ക് ഐത്തമില്ല, വിയോജിപ്പില്ല. പക്ഷേ ഇദ്ദേഹം സ്ഥാനത്ത് തുടരുന്നിടത്തോളം കാലം, അതായത് സാഹിത്യ അക്കാദമിയെ സച്ചിദാനന്ദനും അബൂബക്കറും നയിക്കുന്നിടത്തോളം കാലം ആ സംഘടനയുമായി യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല. അതിനപ്പുറത്തേക്ക് ആ ബന്ധം ഉണ്ടാകാം, അത് കാത്തു സൂക്ഷിക്കാം. അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അദ്ദേഹം പറയുന്നില്ല. സച്ചിദാനന്ദൻ എന്ന വ്യക്തിക്ക് ശ്രീകുമാരൻ തമ്പിയോടുള്ള വ്യക്തിവിരോധമാണ് ഇത്തരത്തിലുള്ള ഒരു തന്നെ തിരസ്കരിക്കുന്ന തരത്തിലേക്ക്, നമസ്കരിക്കുന്ന തരത്തിലേക്ക്, ആ കവിത ക്ലീശയാണ് എന്ന് പറഞ്ഞ് തള്ളുന്ന തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കടന്നതെന്ന് പറയുന്നു. ഹരിനാരായണനുമായി തനിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹരിനാരായണന്റെ കവിത അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് തന്നെയായിരിക്കണം കേരള ഗാനമായി അംഗീകരിക്കുന്നത്. കൂടി ഒരു വ്യക്തമായ മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് രസകരം കൂടിയായിരുന്നു. ക്ലീഷേ, താൻ എഴുതിയ പാട്ട് നമുക്ക് വേണ്ടി പാടിക്കൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത്, ഇതിൽ ഏത് വരികളാണ് ക്ലീഷേ എന്ന് ചോദിക്കുകയും, അങ്ങനെയാണെങ്കിൽ മലയാളം കുറെ കാലങ്ങളായി നമ്മൾ പറയുന്നതല്ലേ, അതും ക്ലീഷേ അല്ലേ എന്നൊക്കെ ചോദിച്ചു അല്ലേ? തീർച്ചയായിട്ടും ഈ ക്ലീഷ എന്ന വാക്ക് അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിനെതിരെ പകപോക്കാൻ വേണ്ടി ഉപയോഗിച്ച തിരഞ്ഞെടുത്ത ഒരു ബോധപൂർവമായ വാക്കാണ് ക്ലീഷയെ. ആ ക്ലീഷയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സാഹിത്യ അക്കാദമിയുടെയും സച്ചിദാനന്ദന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമായ ഒരു നടപടി സാഹിത്യ അക്കാദമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അവിടെ താൻ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല, ഒരു തരത്തിലുള്ള പുനർവിചിന്തനത്തിനുമില്ല, ഒരു തരത്തിലുള്ള അനുനയ നീക്കങ്ങൾക്കും താൻ നിന്നു കൊടുക്കത്തുമില്ല എന്ന ഉറച്ച നിലപാടിലൂടെ സാഹിത്യ അക്കാദമിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള കോളിളക്കങ്ങൾക്ക് വഴിവെക്കാവുന്ന ഉറച്ച നിലപാടുമായാണ് ശ്രീകുമാരൻ തമ്പി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.